ഹായ് ഹലോ മിസ്സസ് മല്ലു മിസ്റ്റർ കാനഡയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാനഡയിലെ ഒരു ചൈനീസ് ബുദ്ധിസ്റ്റ് ടെമ്പിളിലെ കാഴ്ചകളൊക്കെയാണ് കാണിച്ചു തരുന്നത്. കഴിഞ്ഞ മാസം ലാസ്റ്റ് വീക്കിലായിരുന്നു ചൈനീസ് ന്യൂ ഇയർ സെലിബ്രേഷൻ. ഇതിനു മുന്നേ ഒരു പ്രാവശ്യം ഈ ഒരു ടെമ്പിളിൽ പോയിട്ടുണ്ടായിരുന്നു. അതും ചൈനീസ് ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ അന്നായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് കൊറോണയൊക്കെ ആയതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ആ അമ്പലത്തിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഈ വർഷവും അധികം തിരക്കൊന്നും കാണത്തില്ല എന്ന് വിചാരിച്ചാണ് ഞാൻ പോയത്. പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മുടെ കാറ് തന്നെ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലായിരുന്നു. കുറച്ച് അമ്പലത്തിൽ നിന്ന് മാറി കുറേ ദൂരത്താണ് കാറ് തന്നെ പാർക്ക് ചെയ്തത്. അതിൻ്റെ കൂടെ കഴിഞ്ഞ ദിവസം രാത്രി നന്നായിട്ട് മഞ്ഞ് പെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മഞ്ഞ് വീണ പാതയിലൂടെ ഇങ്ങനെ നടന്ന് അമ്പലത്തിനടുത്തെത്തി. എല്ലാ വർഷവും ചൈനീസ് ന്യൂ ഇയർ ഓരോരോ ആനിമൽസിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാറുണ്ട്. ഈ വർഷത്തെ ചൈനീസ് ന്യൂ ഇയർ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് സ്നേക്കാണ്. ഇയർ ഓഫ് സ്നേക്ക് എന്നാണ് ഈ വർഷത്തെ ചൈനീസ് ന്യൂ ഇയർ അറിയപ്പെടുന്നത്. ന്യൂ ഇയർ ആയതുകൊണ്ടാണ് ഈ ഒരു ചൈനീസ് ലാൻറ്റേണൊക്കെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇവരിങ്ങനെ വെച്ചിരിക്കുന്നത്. ന്യൂ ഇയർ അല്ലെങ്കിൽ കൂടിയും ചൈനീസ് ടെമ്പിളിലൊക്കെ പോയാൽ ഈ ഒരു ചൈനീസ് ലാൻറ്റേൺ നമുക്ക് അവിടെ കാണാൻ കഴിയും. പക്ഷെ ന്യൂ ഇയർ ആയതുകൊണ്ട് ഒരുപാട് ചൈനീസ് ലാൻറ്റേൺസ് അവർ അവിടെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയയിലെ ഏറ്റവും വലുതും പഴക്കം ചെന്നതുമായിട്ടുള്ള ഒരു ചൈനീസ് ടെമ്പിളാണിത്. എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് ഈ ഒരു ടെമ്പിളിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം. ആ വീഡിയോ നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ സമയത്ത് ഒരുപാട് ആൾക്കാരില്ലായിരുന്നു. പക്ഷേ ഈ വർഷം ഒരുപാട് ആൾക്കാർ ഈ ഒരു അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ സമയത്ത് കൊറോണ ആയതുകൊണ്ടായിരിക്കാം അധികം ആൾക്കാർ വരാത്തത്. പക്ഷേ ഈ വർഷം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നമുക്ക് അമ്പലത്തിനുള്ളിൽ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. അമ്പലത്തിന് പുറത്തായിട്ട് കുറേ വിഗ്രഹങ്ങളുണ്ട്. അവിടെ നമുക്ക് നേരിട്ട് പോയി പ്രാർത്ഥിക്കാം, പൂജകളൊക്കെ ചെയ്യാം. കഴിഞ്ഞ തവണ പോയപ്പോൾ തിരക്കില്ലാത്തത് കാരണം ഇതിനകത്ത് കയറി എല്ലാ വിഗ്രഹങ്ങളും ഞാൻ നന്നായിട്ട് ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്ത ആദ്യത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചൈനീസുകാരുടെ ഭാഗ്യ നിറമാണ് ചുവപ്പ്. ചുവപ്പിനെ ഇവർ ഭാഗ്യത്തിൻ്റെ നിറമായിട്ടാണ് കാണുന്നത്. ഈ കാണുന്ന ചുവന്ന റിബണുകളിലെല്ലാം ഇവരുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും പ്രാർത്ഥനകളൊക്കെയാണ് എഴുതിയിട്ടിരിക്കുന്നത്. ന്യൂ ഇയർ ദിവസം വീടൊക്കെ അലങ്കരിക്കുന്നു. പ്രത്യേകിച്ച് ചുവന്ന നിറത്തിലുള്ള ലാൻറ്റേൺസ് ഒക്കെ തൂക്കിയിടുന്നു. വീട്ടിലെ മുതിർന്നവർ കുട്ടികൾക്കായിട്ട് ചുവന്ന നിറത്തിലുള്ള കവറിൽ കാശ് വെച്ച് കൊടുക്കാറുണ്ട്. നമുക്ക് വിഷുവിന് വിഷു കൈനീട്ടം കിട്ടുന്നില്ലേ, അതുപോലെ തന്നെയാണിതും.
ഒരു അമ്പലത്തിന്റെ പുറത്തായിട്ട് 2 വലിയ ബെല്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ വരുന്ന എല്ലാവർക്കും അന്നത്തെ ദിവസം ബെല്ലടിക്കാനുള്ള അവസരമുണ്ട്. ആ അമ്പലത്തിലെ പൂജാരികളാണ് ആ ബെല്ല് സാധാരണ അടിക്കാറുള്ളത്. അങ്ങനെ വരുന്നവരൊക്കെ ബെല്ലടിയോട് ബെല്ലടി. അങ്ങനെ എനിക്കും ബെല്ലടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും പോയി ബെല്ലടിച്ചു. കാണുന്ന പോലെയല്ല, ആ ബെല്ലടിക്കുന്ന സാധനം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരുവിധം പാടുവിട്ട് ബെല്ലടിച്ചു. ഈ ഒരു അമ്പലത്തിലേക്ക് വേണ്ടിയിട്ടുള്ള പൂജാ സാധനങ്ങൾ വാങ്ങാനുള്ള ഷോപ്പ് അമ്പലത്തിനകത്തുണ്ട്. ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ പൂജാ സാധനങ്ങൾ എല്ലാവർക്കും വാങ്ങാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് പുറത്ത് ഇവരൊരു ചെറിയൊരു ഷോപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അന്നത്തെ ദിവസം തിരിക്കച്ചവടം നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. കാരണം 1ഉം 2ഉം തിരികളല്ല ഓരോരുത്തർ വാങ്ങുന്നത്, ബഞ്ചായിട്ടാണ് അവർ കൊടുക്കുന്നത്. എല്ലാവരുടെ കയ്യിലും തിരികളുണ്ടായിരുന്നു. ഒരു ബഞ്ച് തിരി വാങ്ങിച്ചിട്ട് അവിടെ കുറേ വിഗ്രഹങ്ങളുണ്ട്. അപ്പോൾ എല്ലാ വിഗ്രഹത്തിന് മുന്നിലും പ്രാർത്ഥിച്ച് തിരികൾ അങ്ങനെ കുത്തി കുത്തി വെക്കുന്നുണ്ടായിരുന്നു എല്ലാവരും. ചൈനീസ് ടെമ്പിളിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്